ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതകരമായിട്ടൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുന്നതിലും ഒരുപാട് കമൻസുകൾ വരുന്നതിലും വളരെ സന്തോഷം. നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും വെള്ളം കുടിക്കാറുണ്ടല്ലേ? വെള്ളം കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളതുമാണ്. കാരണം നമുക്ക് വെള്ളമില്ലെന്നുണ്ടെങ്കിൽ നമുക്കുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു വെള്ളം നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നിയേക്കില്ലേ, എന്താ ഈ പറയുന്നതെന്ന്? അതായത് നമ്മുടെ ശരീരത്തിൻ്റെ 70% വാട്ടറാണ് നമുക്കറിയാം. ഇതൊരു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വെള്ളത്തിന് നമ്മുടെ കൊടുക്കുന്ന ഇമോഷൻസും ഫീലിങ്സും എല്ലാം അബ്സോർബ് ചെയ്യാനുള്ള ഒരു വലിയൊരു പവർ നമുക്കുണ്ട്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് വാട്ടർ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ വാട്ടർ തെറാപ്പിയെ കുറിച്ചിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ദാഹത്തിന് കുടിക്കുന്ന ഒരു കാര്യം മാത്രമല്ല. ഇത് നമ്മുടെ ചിന്തകളെയും അതുപോലെ നമ്മുടെ വികാരങ്ങളെ ഒക്കെ അബ്സോർബ് ചെയ്ത് അതിനെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു വലിയൊരു കഴിവ് നമുക്കുണ്ട്. ഒരു എനർജി സോഴ്സാണ് ഈ ഒരു വാട്ടർ എന്ന് പറയുന്നത്. ഇത് തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരു വാട്ടർ മെമ്മറി എന്ന് പറയുന്ന ഒരു കാര്യം. പ്രശസ്ത ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ ഡോക്ടർ മസാരു എമോട്ടോ ആണ് നമ്മുടെ ജലത്തിന് അല്ലെങ്കിൽ വാട്ടറിന് ഓർമ്മശക്തിയുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു തന്നത്. അതായത് അദ്ദേഹം രണ്ട് ആ, ബോട്ടിലായിട്ട് വെള്ളമെടുത്തു. അതിനുശേഷം എക്സ്പെരിമെൻ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ബോട്ടിലിനകത്ത് വളരെ സ്നേഹമുള്ള വാക്കുകൾ, അതായത് സ്നേഹം, നന്ദി, പീസ്, ഇങ്ങനെയുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു. രണ്ടാമത്തെ ഒരു ബോട്ടിലിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ദേഷ്യം, വെറുപ്പ്, അങ്ങനെയൊക്കെയുള്ള കുറേ വാക്കുകൾ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം നോക്കിയപ്പോൾ ഈ പോസിറ്റീവായിട്ട് പറഞ്ഞ ബോട്ടിലിൽ അതിനകത്ത് ക്രിസ്റ്റൽസുകൾ, അതായത് വാട്ടർ മോളിക്യൂൾസിൻ്റെ ക്രിസ്റ്റൽസുകൾ ഫോം ചെയ്തു. ഈ ക്രിസ്റ്റൽസ് വളരെ ഭംഗിയും വളരെ അട്രാക്റ്റീവായിട്ടുള്ള ക്രിസ്റ്റൽസുമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. രണ്ടാമത്തെ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ബോട്ടിൽസിൽ വളരെ വികൃതമായിട്ടാണ് ആ ഒരു ക്രിസ്റ്റൽസ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പം അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? പോസിറ്റീവായിട്ട് നമ്മൾ വെള്ളം അല്ലെങ്കിൽ ആ വെള്ളത്തിനകത്ത് പോസിറ്റീവായിട്ടുള്ള ഒരു വാക്കുകൾ അല്ലെങ്കിൽ ഒരു ഇമോഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയും നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നെഗറ്റീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ 70% വെള്ളമായതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മുടെ ആരോഗ്യത്തിനെയും ജീവിതത്തെയും നേരിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്? അയ്യോ, ഈ വെള്ളത്തിന് ടേസ്റ്റ് ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയും. സോ ഇന്ന് മുതൽ നിങ്ങൾ ആരും അതിനെ പറയരുത്. ആ വെള്ളത്തിനെ നമ്മൾ ആസ്വദിച്ച് നമുക്കുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ ഹാപ്പിനെസ്സും ആ പീസും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങുക. അപ്പം ഈ ഒരു വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് കൊണ്ടുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കുണ്ടാവുന്ന മെൻ്റൽ സ്ട്രെസ് അല്ലെങ്കിൽ നമ്മൾ പറയില്ല മാനസിക സമ്മർദ്ദങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. ഒരു പോസിറ്റീവ് ഊർജ്ജം നിറഞ്ഞ ഈ ഒരു വെള്ളം കുടിക്കുമ്പം നമ്മുടെ മനസ്സിന് ഭയങ്കര ശക്തിയും അല്ലെങ്കിൽ അതിനുള്ള പവറൊക്കെ കിട്ടും. നമ്മളിപ്പം എന്താണ് പള്ളികളിലോ അമ്പലങ്ങളിലോ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് തീർത്ഥജലങ്ങൾ കിട്ടാറുണ്ടല്ലേ? അതേപോലെ തന്നെയാണ് എന്താണ് നമ്മൾ തന്നെ നമ്മുടെ കൈകൊണ്ട് ആ ഒരു തീർത്ഥജലം നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അതിനകത്ത് വിശ്വസിക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും ആ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ നമ്മുടെ ലക്ഷ്യബോധം, അതായത് നമുക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ ആ ഒരു ലക്ഷ്യബോധം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. നമ്മുടെ ആഗ്രഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വാട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ നല്ല ഹെൽത്ത് അല്ലെ, നമ്മുടെ എല്ലാവർക്കും വേണ്ട കാര്യം എന്താണ്? ഒരു ഹെൽത്തി ബോഡി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഹെൽത്തി ബോഡി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽസുകളും അതുപോലെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി നിലനിർത്തണമെങ്കിലും നമുക്ക് ഉന്മേഷം വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇല്ലാത്തൊരു കാര്യമാണ് കോൺഫിഡൻസ് അല്ലേ? എന്ത് കാര്യം ചെയ്താലും അത് ചെയ്താൽ ശരിയാകുമോ, അയ്യോ അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണോ, ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം നമുക്ക് കുറവാണ്. അപ്പോൾ ഈ ഒരു വാട്ടറിനകത്ത് നമ്മൾ അഫർമേഷൻസ് ഒക്കെ കൊടുക്കുമ്പം നമുക്ക് അത് കുടിക്കും തോറും എന്താണ് ആ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ അതിനകത്ത് നിറച്ച് വെച്ചിരിക്കുകയാണ്. അത് കുടിക്കും തോറും നമുക്ക് എന്തായിരിക്കും, നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. സോ ഇതൊക്കെയാണ് നമ്മുടെ വാട്ടർ മാനിഫെസ്റ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. സോ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്
രണ്ട് രീതിക്ക് ഉപയോഗിക്കാം. ഒന്നുകിൽ ഇമോഷൻസിന് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് ഞാനിപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് ആണ് ആദ്യം പറഞ്ഞു തരുന്നത്. ഇപ്പം ഈ ഒരു ഇമോഷൻസ് ആയിട്ട് നമ്മുടെ വാട്ടർ എടുത്തിട്ട് വാട്ടറിനകത്ത് കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വെള്ളത്തിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതായത് നമുക്ക് ഇത്രയും നാളും ലഭിച്ച കാര്യങ്ങളും ഇനി ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾക്കെല്ലാം നമുക്ക് നന്ദി പറയാം. പിന്നെ അതുപോലെ നമുക്ക് അതിനെ സ്നേഹിക്കാം, ഒരു ലവ് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അതായത് സ്വയം സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനുമുള്ള ഒരു പോസിറ്റീവ് എനർജി അല്ലേ. നമ്മൾ സെൽഫായിട്ട് നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു വെള്ളത്തിനകത്ത് ഈ ഒരു ലവ് എന്ന് പറയുന്ന ഒരു ഇമോഷൻസിനെ നമുക്ക് കടത്തിവിടാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ പീസ് അല്ലേ, മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മാറ്റാനുള്ളതാണ് ശാന്തത. നമുക്കിന്ന് ലോകത്ത് മിക്കവാറും ആളുകൾക്ക് ഇല്ലാത്തത് എന്താണ്? സ്ലീപ്പാണ്, പീസാണ്. അതായത് ഈ പീസ് കുറയുന്നത് കൊണ്ട് നമുക്ക് പല ആൾക്കാർക്കും എന്തില്ല, സ്ലീപ്പ് വളരെ കുറവാണ്. അടുത്ത നാലാമതായിട്ട് വരുന്നത് നമ്മുടെ വിശ്വാസം അല്ലേ. അതായത് ആളുകൾ പലതും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എന്നാൽ എന്താണ്, അത് വിശ്വസിച്ചല്ല ചെയ്യുന്നത്. ഒരു സർട്ടൻ പോയിന്റ് എത്തുമ്പം അയ്യോ എനിക്കത് കിട്ടില്ലേ എന്നുള്ളൊരു അവിശ്വാസം നമ്മുടെ മനസ്സിനകത്ത് വരാറുണ്ട്. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെങ്കിലും അത് നടക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം. അപ്പം ഈ വാട്ടർ മാനിഫെസ്റ്റേഷനിൽ കൂടെ ഇങ്ങനെയുള്ള എന്താണ് ഇമോഷൻസിനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആഹ്, ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നമ്മളിൽ വേണ്ടി ക്ലിയർ ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒരു ടെക്നിക്കുകളെല്ലാം എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ലൈഫിലോട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമാണ്, നിങ്ങൾ ഒരു വാട്ടർ മാനിഫെസ്റ്റേഷൻ ഇതുവരെ പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. സോ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ലൈവായിട്ടുള്ള വീഡിയോസ് ഞാൻ നാളെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻഫോർമാറ്റീവ് വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്സും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നൽകുന്ന മണി മാനിഫെസ്റ്റേഷൻ മാസ്റ്ററുടെ ഫ്രീ വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ നമുക്ക് ഈ വീണ്ടും നാളെ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.